കുറച്ച് ദിവസമായിട്ട് മഴ ഇങ്ങനെ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിലത്തെ പണി തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിട്ട് പൂച്ചക്കുട്ടികൾ എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നതാണ് കേട്ടോ. ബബിളിക്കുട്ടൻ എന്താ നല്ല സുഖ നിദ്രയിലാണ് കേട്ടോ. അവ ഉറങ്ങണത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്ക് അവനെ പോലെ ഒരു പൂച്ചയാവാൻ ആ ഒരു നിമിഷം ഒരാഗ്രഹം തോന്നി. ഈ ചമ്പിക്കുട്ടിയുടെ ശരീരമൊക്കെ തുടച്ച് മിനുക്കി വൃത്തിയാക്കിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കുറിഞ്ഞാണെങ്കിൽ കറക്റ്റിൻ്റെ ഇടയിലൂടെ പെയ്യുന്ന മഴ നോക്കി ഏതോ ഒരു സ്വപ്നലോകത്ത് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം കാഴ്ച മതിയാക്കിയിട്ട് അവൾ സുഖനിദ്രയിലേക്ക് കിടക്കുന്നുണ്ട്. എന്തൊക്കെയോ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങനെ ചെവിയാടുന്നുണ്ട് കേട്ടോ. അപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ബൊമ്മിക്കുട്ടി ഇതാ നല്ല ഇളം ചൂടുള്ള പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാവുക കാരണമുണ്ട് ബൊമ്മിക്കുട്ടീനെ ആരും ശല്യപ്പെടുത്താനില്ല. ഇളം ചൂടുള്ള പാലും ജോൺസൺ മാഷിൻ്റെ പാട്ടും മഴയും ആഹാ എന്താ വൈബ് എന്ന് പറഞ്ഞിട്ട് ബൊമ്മിക്കുട്ടി ഉറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഉമ്മറത്തേക്ക് പോയി നമ്മുടെ ബബിളിക്കുട്ടനെയും ചമ്പിക്കുട്ടീനെയും കണ്ടു. പീക്കരിക്കുട്ടനെ കണ്ടില്ലല്ലോ പറഞ്ഞിട്ട് പീക്കരിക്കുട്ടൻ എന്താ താഴെ കിടന്നുറങ്ങാണ് കേട്ടോ. എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഈ കസേരയുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ പീക്കരിക്കുട്ടൻ എന്നെ നോട്ടം, ഞാൻ ആ നോട്ടത്തിലാകെ ദഹിച്ചു പോയിട്ടോ. നിങ്ങൾക്ക് വല്ല കോമൺ സെൻസ് ഉണ്ടോ? പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂളി പിടിച്ച് കിടന്നുറങ്ങാനുള്ള സുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതറിയണമെങ്കിൽ നിങ്ങൾക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പീക്കിരിത ഉള്ളിൽ സോഫയിൽ വന്ന് കിടന്നു കേട്ടോ. ഇന്നലെ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് മമ്മൂട്ടിയുടെ സിനിമ കണ്ടപ്പോൾ ആ ഡയലോഗ് എന്നോട് തന്നെ തിരിച്ചു പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളില്ലേ